പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. സജിത് കോട്ടൂർ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ വനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വെള്ളറടയിലുള്ള കൂനിച്ചി മലയിലേക്കാണ്. അപ്പം ഈ ഒരു കൂനിച്ചി മലയിലേക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളറടയിൽ നിന്ന് കൂതാളി അല്ലേ ഏട്ടാ, കൂതാളി ജംഗ്ഷനിൽ നിന്ന് കുരിശുമല പോകുന്ന റോഡ്, കുരിശുമല പോകുന്ന റോഡിൽ സംഗമവേദി ആ ഒരു സ്ഥലം വഴിയാണ് നമ്മൾ കൂനിച്ചിമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ട്രക്കിങ്ങിന് പോകുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു അടിപൊളിയൊരു സ്പോട്ടാണ് കൂനിച്ചിമല എന്ന് പറയുന്നത്. അപ്പം അവിടേക്കുള്ള ഒരു കുഞ്ഞ് ട്രക്കിങ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറഞ്ഞോട്. അബിൻ മോഹൻ. സ്ഥലം കൂടെ പറഞ്ഞോട്. ചെമ്പൂര്. അബിൻ മോഹൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്, ചെമ്പൂരുള്ളതാണ്. ചേട്ടൻ്റെ പേരും കൂടെ പറഞ്ഞോട്. ചേട്ടൻ പറയട്ടാ. അപ്പോൾ ഇത് ലിനു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അപ്പം ചേട്ടനും കൂടെയാണ് നമ്മൾ മൂന്നുപേരും കൂടെയാണ് ഇന്ന് നമ്മൾ മൂന്നുപേരും കൂടെയാണ് ഇന്ന് കൂനിച്ചിമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിലേക്ക് ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവരും കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ ഒരു പള്ളിയുടെ ഒരു മൗണ്ട് കാർമൽ എക്കോ പിൽഗ്രിം ടൂറിസം സെൻറ്റർ. അപ്പോൾ ഇതിനകത്ത് കൂടെയാണ് അകത്തേക്ക് കയറേണ്ടത്. അപ്പം നമ്മളിതാ ഈ ഒരു വഴിയിലൂടെ അങ്ങനെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഗട്ടർ പിടിച്ച റോഡാണ്. ഇതിലേ കൂടെയാണ് നമ്മളങ്ങ് മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നത്, കൂനിച്ചിമലയിലേക്ക്. നമ്മൾ കുറച്ച് നടന്നിങ്ങ് വന്ന് അപ്പോൾ ഇതാ നമ്മൾ കൂനിച്ചിമലയിലേക്ക് പോകുന്ന റോഡ് കണ്ട. ഈ ഒരു റോഡിലൂടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വണ്ടിയൊന്നും പോകത്തില്ല, ഭയങ്കര കട്ടറാണ്. ഒരു വണ്ടിയും കയറത്തില്ല. ഈ ഏതോ വണ്ടികളിൽ കൊണ്ടുവന്ന ലോഡൊക്കെ താഴെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ബൈക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ കാൽനടയായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു കൂനിച്ചിമലയിലേക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കൂനിച്ചിമലയിലേക്ക് പോകുമ്പം നമുക്ക് വെള്ളം കിട്ടുന്നത് നമ്മൾ കുറച്ച്, എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 1 കിലോമീറ്റർ അധികം നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ഒരു കുഞ്ഞു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റും. ഈ ഒരു സ്പോട്ടാണ് കേട്ടോ, നോക്കി വെച്ചോളൂ. ഈ ഒരു സ്ഥലത്ത് മാത്രമേ വെള്ളമുള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് കുപ്പിയിൽ നമുക്ക് വെള്ളം മേളിലോട്ട് നിറച്ചുകൊണ്ട് പോകണം. അല്ലെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ നല്ല ദാഹമായിരിക്കും. ഇവിടെ നിന്ന് കുടിച്ചിട്ടും പോകാൻ പറ്റുന്നതാണ്. കുറേ ഇങ്ങ് കയറി വന്നു കേട്ടാ. ഇതാ ഈ ഒരു റോട്ടിൽ നിന്ന് ഈ കാണുന്ന താഴത്തെ റോഡിലൂടെ ഒരുപാട് കയറി വന്നപ്പോൾ ഇതാ നമുക്കിവിടെ ഒരു പാറയുണ്ട്. ആ പാറയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് നമ്മുടെ പനച്ചമൂടും അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ് പനച്ചമൂട് സിറ്റി, കാരക്കോണം മെഡിക്കൽ കോളേജ്. അപ്പോൾ അതൊക്കെയാണ് ആ കാണുന്നത്. പിന്നെ അത് അവിടെ ഒരു കോറിയുണ്ട്, അത് പനച്ചമൂടാണ്. അപ്പം നമ്മളങ്ങനെ ഈ ഒരു കൂനിച്ചിമല എന്ന് പറയുന്ന ഈ ഒരു മലയുടെ എവിടെ എത്തിയിട്ടില്ല. ഇനിയും എനിക്ക് തോന്നുന്നു 1/2 കിലോമീറ്ററിലധികം നടക്കാനുണ്ട് ഈ ഒരു മലയിലേക്ക് എത്താനായിട്ട്. എന്തായാലും ഇനി നമുക്ക് ബാക്കിയുള്ള യാത്രകൾ തുടങ്ങാം. പിന്നെയും നമ്മൾ നടന്ന് അടുത്തൊരു പാറയിലെത്തിയിട്ടുണ്ട്. ഒരുപാട് നടന്ന് കയറി വന്നു. ഗട്ടറൊക്കെ ഉള്ളൊരു പാറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്തിപ്പെട്ടത് ഒരു പാറയിലാണ്. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് നമുക്ക് താഴേക്കൊക്കെ കാണുന്നത്. കണ്ടോ, അവിടെ ഏതോ ഒരു ഡാമുണ്ട്. അത് ഏത് ഡാമാണ്? നെട്ട ഡാമാണ് കേട്ടോ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇനി ഒരു മലയും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ കൂനിച്ചിമല എത്തുന്നതാണ്. അപ്പം അത്യാവശ്യം ട്രക്കിങ്ങൊക്കെ ടഫാണ് കയറി വരാനൊക്കെ. എന്നാലിപ്പോൾ ഇങ്ങനെ എത്തിയപ്പോൾ നിരപ്പൊക്കെ ഉണ്ട്, തേരിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും കൂനിച്ചിമലയിലേക്ക് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അടിപൊളിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മളിരുന്ന ആ ഒരു പള്ളിയുടെ അവിടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ആ മുകളിലൊരു പാറ കാണുന്നുണ്ട്. അപ്പോൾ അതായിരിക്കണം കൂനിച്ചിമല എന്ന് തോന്നുന്നത്. പിന്നെ ഇവരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ കവുങ്ങിൻ്റെ കുറച്ച് കൃഷി കാണുന്നുണ്ട് കേട്ടോ. കണ്ട കവുങ്ങ് ഈ ഒരു പാറാക്കെട്ടിനിടയിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മൾ ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെയും വഴികളൊക്കെ വളരെ ടഫാണ് കയറി പോകാനായിട്ട്. അപ്പം കയറി അങ്ങോട്ട് പോവുകയാണ് നമ്മളും കൂടെ തോന്നുന്ന ചേട്ടന്മാരും കൂടെ. നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വഴിയൊക്കെ ഇങ്ങനത്തെ വഴികളാണ്. ഇവിടെ ചെറുതായിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പിടിച്ച് വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകാനായിട്ട്.
നമ്മൾ താഴത്തെ തേരിയൊക്കെ കയറിയിട്ട് നമ്മൾ ഈ ഒരു കൂനിച്ചിമലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഒരുപാട് പുൽമേടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. അടിപൊളിയായിട്ട് എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് മാത്രമാണ്. കൂനിച്ചിമലയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതാ ഇവിടെ നിന്ന് കാണുന്നത് ഇതൊക്കെ വെള്ളറട, അതുപോലെ കാരക്കോണം അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ആ താഴെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നോക്കിയാലും ആ ഒരു സൈഡിൽ ഒരു അടിപൊളി ഒരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാമുണ്ട്, അക്കരെ ഒരു പാറയുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു പാറ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അക്കരെ കാണുന്ന ആ ഒരു പാറയിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് പോകാനായിട്ട്. നമ്മളങ്ങനെ കൂനിച്ചിമലയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൂനിച്ചിമലയിൽ എത്തിയപ്പം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ മുമ്പിൽ നമ്മൾ തമ്മിൽ ഫോൺ വഴി കോൺടാക്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ പ്രകാശ് അണ്ണൻ യാത്രി എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ടൂർ ഓപ്പറേറ്ററാണ് നമ്മുടെ പ്രകാശ് അണ്ണൻ. ഇവരുടെ ടീമെന്ന് പറയുന്ന യാത്രി എന്നാണ്. അപ്പം കൂനിച്ചിമല അതുപോലെ തിരുവനന്തപുരം യാത്രി ടീമിൻ്റെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ കോർഡിനേറ്റേഴ്സ് ജിത്തു ഇപ്പോൾ കൂടെ ഉണ്ട്, അരുണുണ്ട്, ഓക്കെ, ഫോട്ടോഗ്രാഫറുണ്ട്. അപ്പം അടിപൊളിയായിട്ട് ഇവർ ട്രക്കിംഗ് ഒക്കെ തിരുവനന്തപുരത്തെ ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ കണ്ട് എനിക്കൊരു ഡൗട്ട് കേട്ടാ, ഇതിപ്പം അണ്ണൻ്റെ ടീമാണോ വേറെ ആരെങ്കിലും ആണോ? പിന്നെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ടീഷർട്ട്. അപ്പം യാത്രി എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മൊബൈൽ നമ്പരും അതുപോലെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കും കൊടുക്കാം, കയറി നോക്കുക, നമ്മൾ ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂനിച്ചിമല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ട്രക്കിങ്ങിനേക്ക് വരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറകിലുണ്ട അടിപൊളി വ്യൂ ഒക്കെ കാണുന്നുണ്ട്. കാണുന്ന പേച്ചിപ്പാറ നെട്ട ഡാമാണ് കാണുന്നത്. ഇതെല്ലാം കാണുന്നത് പേച്ചിപ്പാറ നെട്ടയാണ് കാണുന്നത്. പിന്നെ ആ സൈഡ് അത് കാരക്കോണാണ്, ആ സൈഡ് കാരക്കോണാണ് കേട്ടോ ആ സൈഡ് കാണുന്നത്. അപ്പം അടിപൊളിയാണ് ഈ ഒരു ഭാഗത്തെ വ്യൂ എന്ന് പറയുമ്പോൾ. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഈ ഒരു കൂനിച്ചിമലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ മുമ്പിലൊരു വലിയൊരു മലയുണ്ട്. ഇത് എന്തോ വില്ലൂന്നി മല അങ്ങനെ എന്തോയാണ് ഈ ഒരു മലേനെ പറയുന്നത്. പിന്നെ ഇത് ആ കാണുന്ന ഭാഗത്താണ് കുരിശുമല, പിന്നെ അങ്ങ് കാളിമല, അവിടെ നമ്മൾ മുന്നേ പോയിട്ട് വീഡിയോ ഇട്ടതാണ്. പിന്നെ ഇതാ പിറകിലൊരു ഡാം കാണുന്നുണ്ട്. അപ്പം എന്താ ഇവിടെയൊക്കെ നമുക്ക് അടിപൊളി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വന്നിരിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതേത് ഡാമാണെന്നാ? അപ്പോൾ ആ കാണുന്ന നെയ്യാർ ഡാമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാം. അതാ ആ കാണുന്ന, അവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കുമ്പിച്ചൽ പാലം, അതായത് അമ്പൂരിയിലെ കുമ്പിച്ചൽ പാലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെയാണ് ആ ഒരു സൈഡ്, നെയ്യാർ ഡാമിൻ്റെ ആ ഒരു സൈഡ്. ഇങ്ങോട്ട് നമ്മുടെ കാരക്കോണം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ അടിപൊളിയാണ്, നല്ല പച്ചപ്പുണ്ട്. അതുപോലെ ഈ കാണുന്നുണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഇന്ത്യകളാണ്. പിന്നെ ഇതാ മാക്സിമം ഇതുപോലെ കുപ്പികളൊക്കെ കൊണ്ടുവരുന്നവർ തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുക. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാതിരിക്കുക, കൂനിച്ചിമലയിലേക്ക് വരുന്നവർ. അപ്പോൾ അതാ എന്നെ കൊണ്ടുവന്നത് ഈ രണ്ട് ചേട്ടന്മാരുമാണ്. അപ്പോൾ അതാ ഇനിയിപ്പം തൊട്ടക്കരെ കാണുന്ന ആ ഒരു മലയിലേക്ക് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആ കൂനിച്ചിമലയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. ഈ കണ്ട ഈ ഒരു ഭാഗം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് അടുത്ത് ആ കാണുന്ന മല കണ്ട ആ ഒരു മലയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൂടെ പോയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വേസ്റ്റ് കുപ്പികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം വരുന്നവർ കുപ്പികളൊക്കെ കൊണ്ടുവന്നിട്ട് അതുപോലെ തിരിച്ച് നമ്മുടെ നാട്ടിൻപുറത്ത് ഏതെങ്കിലും വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് കളയുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്നൊരു കുത്തിറക്കം പോലത്തെ സ്ഥലമാണ് കേട്ടോ നമ്മൾ കൂനിച്ചിമലയിലേക്ക് പോകുന്നത്. അപ്പം തൊട്ട് താഴെയുള്ള ഈ ഒരു മലയിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ അക്കരെ കാണുന്ന ആ ഒരു പാറയിലേക്കാണ്. കണ്ട ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം കണ്ട എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു പാറ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ആ കുത്തിറക്കമാണ്, വരുന്നവരൊക്കെ സൂക്ഷിച്ച് മാത്രം ഇറങ്ങുക. സ്ലിപ്പായി പോയാൽ അത് അങ്ങ് താഴെയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ വളരെ സൂക്ഷിച്ച് പോവുക. ഉണ്ടോ, നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂനിച്ചിമലയിലേക്ക്. നേരത്തെ നമ്മൾ നിന്നത് ആ ഒരു പാറയ്ക്ക് മുകളിലാണ്, അവിടെയാണ് നിന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചതാ ഈ കാണുന്ന പാറയിലൂടെ ഈ ഒരു കുന്നിലൂടെ നമ്മൾ ഈ കാണുന്ന മലയ്ക്ക് മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വന്ന പാറ ഉണ്ട്, ആ ഒരു ഭാഗമെല്ലാം അടിപൊളിയാണ് കാണാനായിട്ട്. നമുക്ക് എന്തായാലും തിരിച്ച് ഈ ഒരു ഭാഗത്തൂടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഇക്കരെ കണ്ട ആ ഒരു സ്ഥലത്തു നിന്ന് നമ്മളിതാ ഇപ്പം അവിടെ നിന്ന് കണ്ട ഇക്കരത്തെ ആ ഒരു കുന്നിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇവിടെ നിന്ന് അത്യാവശ്യം വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ട താഴേക്ക് കണ്ട താഴത്തെ സ്ഥലം ഏതെണ്ണ അവിടെ
കുരിശുമല സംഗമവേദി ഇതാ തൊട്ട് താഴെ അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ചെറിയൊരു കുന്നുപോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ ഇതും കൂടെ കയറിയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കൂനിച്ചി മലയിലെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ടിങ്ങനെ കയറി പോവുകയാണ്. നമുക്ക് നോക്കാം എന്തായാലും കൂനിച്ചി മലയിലെ ബാക്കി ഏരിയകളും കൂടെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ നിൽക്കുമ്പോൾ 2 ഡാമിൻ്റെ റിസർവോയർ കാണാൻ പറ്റും. ഒന്ന് നെയ്യാറും അതുപോലെ തന്നെ നെട്ട ഡാമിൻ്റെ റിസർവോയറും കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കൂനിച്ചി മലയിലൂടെ നടന്ന് അമ്പൂരിയിലെയും വെള്ളറടയിലെയും അതുപോലെ കാരക്കോണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു പാറയുടെ നമ്മൾ വന്നല്ല ആ ഒരു കുന്നിൽ നിന്ന് വന്നിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഉള്ളൊരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു കൂനിച്ചി മലയുടെ അവസാന ഭാഗത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പം കണ്ട നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചേട്ടന്മാരൊക്കെ നടക്കുന്ന സ്ഥലം ഇതാ ഇങ്ങറ്റം എത്തി കേട്ടോ. ഇവിടെ കൂടെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇങ്ങോട്ട് നടന്ന് കണ്ട ഇങ്ങെത്തിയപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇറങ്ങി തൊട്ട് താഴെ അവിടെ ഒരു പാറ കാണുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെയാണ് അവസാനം കൂനിച്ചിമലയുടെ. ഓക്കെ, അപ്പോൾ തൊട്ട് താഴെ കാണുന്ന അവിടെയാണ് കൂനിച്ചിമലയുടെ അവസാനം. അപ്പോൾ അവിടുത്തെ ആ ഒരു പാറയിലും കൂടെ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഏത് ഭാഗത്തോട്ട് നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പം നല്ല കാറ്റുണ്ട്, നല്ല അത്യാവശ്യം തണുപ്പുമുണ്ട്. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കൂനിച്ചി മലയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ അങ്ങനെ ഈ ഒരു പാറയുടെ അവസാനത്തേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂനിച്ചി മലയുടെ അവസാനത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു പ്രദേശം എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്. അപ്പം നമ്മളെ ഇന്നത്തെ ഒരു സ്പോട്ടെന്ന് പറയുന്ന കൂനിച്ചി മലയായിരുന്നു. അപ്പം കണ്ട ഏത് ഭാഗത്തോട്ട് നോക്കിയാലും നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. കൂനിച്ചി മലയുടെ തൊട്ട് താഴെ അവിടെ ഒരു റിസോർട്ടുണ്ട്. അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അക്കരെ ആ കുന്നിലാണ് ഇരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളിങ്ങ് നടന്നു ഈ ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പം ഇവിടെ കണ്ട അടിപൊളിയാണ്, നല്ല പച്ചപ്പുള്ള ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മാക്സിമം എല്ലാവരും കൂനിച്ചി മലയിലേക്ക് കയറി വരിക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക, മാക്സിമം സമയം ഇവിടെ വന്ന് ഇരിക്കുക. ഗൈസ് നമ്മൾ കണ്ട കൂനിച്ചി മലയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ. ഗൈസ് നമ്മളങ്ങനെ തിരുവനന്തപുരത്തെ കൂനിച്ചി മല എന്ന് പറയുന്ന ഈ ഒരു മലയിൽ യാത്ര ചെയ്ത് നമ്മൾ എത്തി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു വെള്ളറട പോകുന്ന റോഡുണ്ടല്ലോ തൊട്ട് താഴെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിലധികം നമ്മൾ കാൽനടയായിട്ട് തന്നെ നടന്നു വന്നാലേ നമുക്ക് ഈ ഒരു കൂനിച്ചി മല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മളിവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ കയറി വരുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം പാടാണ് കയറി വരാനായിട്ട്, ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നാലും നമ്മൾ കയറി വന്നു, കൂനിച്ചി മലയിലെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും നിങ്ങളും വരിക. എങ്ങനെയാണ് കൂനിച്ചി മലയിലേക്ക് വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം നമ്മളെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിരിക്കാം. പിന്നെ നിങ്ങളെ വീഡിയോസ് കണ്ടിട്ടുള്ളവരും ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ എന്തായാലും നമ്മൾ അലോ ചെയ്തിരിക്കാം. ഗൂഗിൾ മാപ്പിൽ സജിത് കോട്ടൂർ വ്ലോഗ് എന്ന് നോക്കിയാൽ മതി. അതിനകത്ത് നമ്മുടെ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കയറി നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കൂനിച്ചി മല എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ല എപ്പിസോഡുമായിട്ട് കാണാം. ഞാൻ സജിത്ത്. അപ്പം അടുത്ത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ, കോട്ടൂരിലെ മാത്രം സ്ഥലങ്ങളല്ല, ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കൂനിച്ചി മല എന്ന് പറയുന്ന ഈ ഒരു പാറയിൽ നിന്നിട്ട് അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ല എപ്പിസോഡുകളുമായിട്ട് ഞാൻ വരും. അപ്പം ഞാൻ സജിത്ത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിക്കൊണ്ട് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്.